വെറും 2 കിലോമീറ്റർ റൺവേ മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഒന്നാണ് പാറോ എയർപോർട്ട്. പാറോ സിറ്റിയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പാറോ എയർപോർട്ടിലെത്താം. കാലത്ത് ഹോട്ടലിൽ നിന്നും ഇറങ്ങുമ്പോൾ താഴെ കണ്ട ഹോട്ടലിൻ്റെ ഗാർഡനിൽ കണ്ട പൂക്കൾ വളരെയധികം കൗതുകമുണ്ടാക്കി. അതുകൊണ്ട് അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഈ പൂവ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ കണ്ട പൂവുണ്ടല്ലോ, ഇതൊന്നും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഈ പൂക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പാറോ എയർപോർട്ടിലേക്ക് പോകുകയാണ്. പാറോ എയർപോർട്ടിലേക്കല്ല, എയർപോർട്ട് വഴി ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ എയർപോർട്ട് ഒന്ന് പരിചയപ്പെടാം. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു കഴിഞ്ഞു. ലഗേജൊക്കെ മുകളിൽ കയറ്റുകയാണ്. ഭൂട്ടാനിലെത്തി 7ാം ദിവസമാണ് ഞങ്ങൾ പാറോ എയർപോർട്ട് കാണാൻ പോകുന്നത്. പാറോയിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറുന്നു. ഇനി നമ്മുടെ യാത്ര പോകുന്നത് പാറോ ചൂവിൻ്റെ തീരത്തുകൂടെയാണ്. പാറോ ചൂ എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ് പാറോ ചൂ. ആ നദിയുടെ തീരത്ത് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് പാറോ എയർപോർട്ട്. മലകളുടെ ഉയരം ഏകദേശം 5500 മീറ്ററാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 18,000 ഫീറ്റ് ഉയരമുള്ള മലനിരകളാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ എയർപോർട്ട് ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഒന്നാണ് ഈ പാറോ എയർപോർട്ട്. വളരെ കുറച്ച് പൈലറ്റ്സ്മാർക്ക് മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാനായിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. ഇതാണ് പാറോ എയർപോർട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാറോ ചൂ നദി കാണാം. അതിനൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങുകൾ കാണാം. അതിൻ്റെ അപ്പുറത്ത് റൺവേ കാണാം. നമ്മളിപ്പോൾ പാറോ എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് പാറോ എയർപോർട്ട്. അങ്ങനെയും പറയാം. പാറോ എയർപോർട്ട് അവന്മാർ വിടില്ല, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെ. അപ്പോൾ ഞാൻ തെറ്റി പാരോ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വസ്തുതകൾ പറയാം ഇതുമായി ബന്ധപ്പെട്ടത്. ഡേ ലൈറ്റ് അവേഴ്സിൽ മാത്രമാണ് ഇവിടെ ഇത് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാനും ഒക്കെയുള്ള അനുവാദമുള്ളൂ. അതുപോലെ തന്നെ സൺറൈസ് ടു സൺസെറ്റ് ഇതിനിടയിലാണ് ഇവിടുത്തെ എയർപോർട്ടിലെ ഫ്ലൈറ്റുകൾ വരാനും പോകാനുമുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. 1968 നമ്മുടെ ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഇവിടെ ഇത് പണിതത്. ആദ്യം ഹെലികോപ്റ്ററും അതുപോലെ പിന്നീട് 18 തൊട്ട് 20 വരെയുള്ള സീറ്റുള്ള ചെറിയ ഫ്ലൈറ്റുകളൊക്കെയാണ് ഇവിടെ ലാൻഡ് ചെയ്തിരുന്നത്. 1983 ആദ്യമായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിയത്. പാരോ ടു കൽക്കട്ട ഫ്ലൈറ്റ് ആയിരുന്നു അത്. തുടക്കത്തിൽ 1200 മീറ്റർ മാത്രമേ ഇതിൻ്റെ റൺവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 2000 താഴെയാണ്. 2000 മീറ്റർ എന്ന് പറയുമ്പോൾ 2 കിലോമീറ്ററിൽ താഴെ കേട്ടോ. ഇവിടുത്തെ ഏക ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത്. കണ്ടില്ലേ റൺവേ? റൺവേ വളരെ ചെറുതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വേണ്ട ഈ അറ്റം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇതാണ് കാണുന്ന വഴി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എന്താ പറയുക വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഈ റൺവേ അവസാനിക്കാനായിട്ട്. 2010 ബുദ്ധ എയർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ എയർലൈൻ ചാർട്ട് ചെയ്തത്. ഇവിടുത്തെ 2 എയർലൈൻസിൻ്റെ പേരാണ് ഡ്രക്ക് എയർ, പിന്നെ ബുദ്ധ എയർ. അതിൻ്റെ മറ്റൊരു പേരാണ് താഷി എയർ. ഇവിടെ നിന്ന് അധികം സ്ഥലത്തേക്കൊന്നും സർവീസ് ഇല്ല കേട്ടോ. ഇന്ത്യയിലേക്കുണ്ട്, പിന്നെ എവിടെയാണ് നമ്മുടെ നേപ്പാൾ, തായ്ലാൻഡ്, സിംഗപ്പൂർ, ബംഗ്ലാദേശ്. ഇവിടെയുള്ള 4 വിമാനത്താവളങ്ങളിൽ ഒരേ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത്. ആദ്യം ഇവിടെ 8 പൈലറ്റ്സ്മാർക്ക് മാത്രമാണ് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 24 പൈലറ്റ്സ്മാർക്ക് അതിനുള്ള അനുവാദമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഡൽഹിയിലേക്കുണ്ട്, പിന്നെ ബാഗ്ഡോഗ്ര ഞങ്ങൾ വന്നിറങ്ങിയ എയർപോർട്ട് അത്,
പിന്നെ ഒരു ഗായ, പിന്നെ ഗുവാഹട്ടി, കൊൽക്കട്ട ഇവിടെ വരെയൊക്കെയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. 2 കിലോമീറ്റർ പോലും ഇല്ലാത്ത ഈ റൺവേയിൽ പെട്ടെന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം. അതുമാത്രമല്ല 18,000 ഫീറ്റ് ഉയരമുള്ള മലനിരകൾ ചുറ്റും നിൽക്കുന്നുണ്ട്. അതിലൊന്നും പോയി കയറാതെ അത് പറത്തി കൊണ്ടുപോകണ്ടേ. അപ്പോൾ അത് കാണാൻ കഴിയുമോ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം നിന്നിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. താഷി എയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് ഈ എയർപോർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. നോക്കൂ, അവിടെ ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ കേൾക്കുന്നില്ലേ? ഒരു ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഓക്കെ ഇതിപ്പോൾ കാണാം കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും അത്. എന്തായാലും എൻ്റെ ക്യാമറയിൽ കിട്ടുന്നത് പോലെ ഞാനത് പകർത്താം. ടേക്ക് ഓഫ് ചെയ്തു. നേരെ ഒരു മലയുടെ മുകളിലേക്ക് പോണു കേട്ടാ. പോണത് തിരിച്ച് റൈറ്റിലേക്ക് ടേണിങ് റൈറ്റ്. അത് തന്നെ സുന്ദരമായ ഈ കാഴ്ചയോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ബൈ നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.